നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബാറ്ററി ചാർജ് പോയല്ലോ. ഈശ്വര, ഇവിടെ ആരും കാണുന്നുമില്ലല്ലോ. ഒരു ഓട്ടോ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. സംഭവത്തിന് ഏക ദൃക്സാക്ഷി ഞാൻ മാത്രമാണ്. അനിയത്തി ഇപ്പോ അവന്റെ സ്വർഗീയ സുഖങ്ങളുടെ താവളത്തിലാ. അവനെന്ന പിശാചിന്റെ നരകം അവൾ ഇനിയും കണ്ടിട്ടില്ല. ഒരു പക്ഷെ അവൻ ആരാണെന്ന് വ്യക്തമാക്കുന്ന ഒരു തുമ്പോ തെളിവോ ഈ ഫയലിൽ നിന്നും കിട്ടാതിരിക്കില്ല. ഇതിപ്പോ എന്റെ സ്റ്റോർ റൂം തന്നെയാണോ സംശയം? ശരിക്കും വൃത്തിയായി. ഈ പണിയൊന്നും വന്ദന ചെയ്യാനുള്ളതല്ല. ഫയലുകളൊക്കെ പൊടികേറി മുഷിഞ്ഞ് നാശായി. ഈ ഫയലുകളിലൊക്കെ ഓരോരോ ജീവിതങ്ങൾ കുടുങ്ങി കിടപ്പുണ്ട് സർ. ജീവിതങ്ങളുടെ അടുക്കും ചിട്ടയും തെറ്റിപ്പോയെങ്കിലും ഫയലുകൾ ക്രമം തെറ്റിയിരിക്കേണ്ടെന്ന് തോന്നി. എന്റെ വീടായ ഞാനിതൊക്കെ ചെയ്യണ്ടേ സർ? വീട് പോലെ തന്നെ എനിക്ക് ഓഫീസും. നന്നായി. കുടുംബത്തിൽ പറഞ്ഞതിന്റെ ക്വാളിറ്റി വന്ദനയിലുണ്ട്. വെറുതെ അല്ല രാജീവ് സാറ് ഭാര്യയാക്കാൻ സെലക്ട് ചെയ്തത്. വേണ്ട സർ, അതൊക്കെ അടഞ്ഞ അദ്ദേഹങ്ങളാ. എല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. ഒന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. സോറി. ഞാൻ ഇങ്ങനെ കേസ് ജയിക്കാൻ വേണ്ടി എതിർകക്ഷികളുടെ മനസ്സ് തളർത്തിയല്ലേ ശീലം. അതിപ്പോ വന്ദനയുടെ കാര്യത്തിലും അറിയാതെ സംഭവിച്ചു. ഒരിക്കൽ കൂടി സോറി. ആ, നേരം വൈകി. എനിക്കാണ് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. വന്ദന പൊക്കോളൂ, നാളെ വന്നാ മതി. ശരി സർ. വന്ദന അവള് ഭാഗ്യമുള്ള പെണ്ണ. മരണത്തിന്റെ മുന്നിൽ നിന്ന് അവള് രക്ഷപ്പെട്ടത്. എന്റെ സമ്മതി, അവള് ചില്ലറക്കാരിയൊന്നും അല്ല. അവളെ കൊല്ലാനും തട്ടിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഞാൻ 2-3 തവണ നിന്നെ അയച്ചതല്ലേ. അവള് പുഷ്പം പോലെ ഊരി പൊന്തിരിടാം. അതുകൊണ്ട് കാലൊടിഞ്ഞ കോഴിയെ പിടിക്കാൻ പോകുന്ന അത്ര ലാഘവത്തോടെ നീ ഇതിനെ കാണരുത്. പറഞ്ഞു മനസ്സിലാവടാ. എന്റെ ഗുണ്ടയാ നീ ലക്ഷ്യം നിറവേറ്റുന്ന ഉറപ്പുള്ളത് കൊണ്ടാ കുറുപ്പ് സാർ ഈ ദൗത്യം നിന്നെ ഏൽപ്പിച്ചത്. എന്നെ നാണം കെടുത്തി കളയരുത്. ഇല്ല സാർ, ഇത്തവണ അവൾ മിസ്സാകില്ല. ഞങ്ങൾക്ക് പാരയായത് സാറിന്റെ മകൻ ജഗൻ തന്നെയാണ്. ആദ്യം അമ്പലത്തിന് മുന്നിൽ വെച്ച് വന്ദനയെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോ രക്ഷകനായി ബൈക്കിൽ മുന്നിൽ കയറി വട്ടം വെച്ചു. പിന്നീട് തിരികെ ഇറങ്ങിയപ്പോൾ ചില സിനിമയിലെ വീരനായകനെ പോലെ രക്ഷകനായി. ഒടുവിൽ ഞങ്ങളുടെ താവളത്തിൽ വന്ന് ഞങ്ങളെ തല്ലിച്ചതച്ചു. അതുപോലെ ഇനി ജഗൻ അലമ്പുണ്ടാക്കാൻ വന്നാൽ ചിലപ്പോ പണി പാളും. ജഗൻ അങ്ങനെ വരുന്നെങ്കിൽ തല്ലിച്ചതച്ചേക്കണം. എടാ, അടി ചെയ്യുന്ന ഉപകാരം ആരോ അണ്ണൻ തമ്പി.
അയാൾ ചെയ്യില്ല എന്നാണ് ചൊല്ല്. പിന്നെ സാറിന്റെ ആ ഫ്രണ്ട് സെലിബ്രിറ്റി ഉണ്ടല്ലോ, ആ സിനിമ നടൻ, അടിച്ചു കയറി വാ, അയാളും അവളുടെ രക്ഷകനായി വന്നു. ഓ എന്നാ പിന്നെ ഇനി ഒന്നും നോക്കണ്ട, കൃത്യമായ അവസരം നോക്കി അവളെ തട്ടിയേക്ക്. അത് ഞാൻ ഏറ്റു സാർ. ആ ഓ അവൾ ബസ്സിൽ വന്നിറങ്ങുന്ന സമയത്ത് ആ പരിസരത്തെ ട്രാൻസ്ഫോമർ ഞാൻ കേടാക്കും. ഇരുളിൽ വെച്ച് അവളെ ഞാൻ തീർക്കും. അതുപോലെ കാര്യം നടന്ന് ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. ചിലപ്പോ പറഞ്ഞതിലും ഇരട്ടി. മതി. ആ സാറേ, ആ ഇവൻ വീറും വാശിയുള്ളവനാണ്, പകയും. ആ അത് പറ. അതുകൊണ്ട് കാര്യം നടന്നിരിക്കും. എന്നാ സെക്രട്ടറിക്കും ഉണ്ടാവും അതിന്റെ ചില നേട്ടങ്ങളൊക്കെ. ബാറ്ററി ചാർജ് പോയല്ലോ. ഈശ്വര, ഇവിടെ ആരും കാണുന്നുമില്ലല്ലോ. ഒരു ഓട്ടോ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.